നമസ്കാരം, ഞാൻ ദേവിക ദേവദാസ്. വ്യത്യസ്തമായൊരു ലോകം കാണിച്ചു തരാൻ കഴിവുള്ളവയാണ് പുസ്തകങ്ങൾ. ഓരോ കഥയുടെ തുടക്കവും പുതിയൊരു യാത്രയാണ്. പുതിയ ഇടങ്ങളിലേക്ക്, പുതിയ മനുഷ്യരിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക്. ആ കഥകൾക്കിടയിലും കഥാപാത്രങ്ങൾക്കിടയിലും നമ്മളും ഒരാളായി മാറുകയാണ്. ഇത്തരത്തിൽ ജീവനില്ലാത്ത ഒരു വസ്തുവിന് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമോ? തീർച്ചയായും. അത്തരത്തിൽ എന്റെ കാഴ്ചയെ മാറ്റിമറിച്ചതും സമകാലികമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണെന്ന് ഞാൻ കരുതുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ടോട്ടോ ചാൻ, ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി, ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. ജപ്പാനിലെ പ്രശസ്ത ടെലിവിഷൻ പ്രതിഭയും യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറുമായ തെത്സുകോ കുറയോനഗിയാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്. ജനങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ പുസ്തകം 1981 പ്രസിദ്ധീകരിക്കുന്നത്. പ്രസിദ്ധീകരിച്ചതിനു ശേഷം ജപ്പാനിൽ ഏറെ പ്രശസ്തമായ ഈ പുസ്തകം പിന്നീട് 1984 ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പ്രസിദ്ധീകരിച്ച വർഷവും പിന്നീടുള്ള വർഷങ്ങളിലും ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ടോട്ടോ ചാനും ഉണ്ടായിരുന്നു. പിന്നീട് മലയാളത്തിലേക്ക് നമ്മുടെ പ്രിയ കവിയായ അൻവർ അലിയാണ് ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കഥയ്ക്ക് എന്നതിനപ്പുറം തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കഥാകൃത്ത് നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ടാവോഗാക്കുൻ എന്ന സ്ഥലത്തെ തന്റെ കുട്ടിക്കാല അനുഭവങ്ങളാണ് ടോട്ടോ ചാൻ എന്ന തെത്സുകോ കുറയോനഗി ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പുതിയ സ്കൂളിലേക്കുള്ള ടോട്ടോ ചാന്റെ യാത്രയിൽ നിന്നുമാണ് കഥയ്ക്ക് തുടക്കം. ഒപ്പം ടോട്ടോ ചാന്റെ പുതിയ സ്കൂൾ ജീവിതത്തെ പറ്റി ആശങ്കാകുലയായ അമ്മയും. ഒരു ആഴ്ച മുൻപായിരുന്നു ടോട്ടോ ചാനെ തന്റെ ആദ്യ സ്കൂളിൽ നിന്നും ചേർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്നെ പിരിച്ചുവിടുന്നത്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, കുസൃതി നിറഞ്ഞ ടോട്ടോയുടെ സ്വഭാവം. എപ്പോഴും ജനാലയ്ക്കരികിൽ ചെന്ന് നോക്കി നിൽക്കുകയും തെരുവു ഗായകർക്കൊപ്പം പാട്ടുപാടുകയും അടങ്ങിയിരിക്കാതെ ക്ലാസ്സിലെല്ലാം ഓടി നടക്കുകയും, എന്തിന് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്റെ മേശ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ടോട്ടോയുടെ സ്വഭാവത്തെ ഉൾക്കൊള്ളാൻ ആ സ്കൂളിന് സാധ്യമായിരുന്നില്ല. ടോട്ടോയെ നന്നായി മനസ്സിലാക്കിയിരുന്ന അമ്മ അവളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് ഈ ഒരു കാരണം അവളെയും അവളുടെ ഭാവിയെയും ടോട്ടോയുടെ ആത്മവിശ്വാസത്തെയും തകർക്കരുതെന്ന് അമ്മയ്ക്ക് ചിന്തയുണ്ടായിരുന്നു. അതിനാൽ തന്നെ ടോട്ടോയുടെ സ്വഭാവത്തിനിണങ്ങുന്ന ഒരു പുതിയ സ്കൂൾ അവളുടെ അമ്മ കണ്ടെത്തിയിരുന്നു. എന്നാൽ കൊച്ചു ടോട്ടോയ്ക്ക് താൻ എന്തിനാണോ പുതിയ സ്കൂളിലേക്ക് പോകുന്നത്, എന്തിനാണോ തന്നെ പഴയ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടത് എന്ന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. പുതിയ സ്കൂൾ താൻ ഇതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി തീവണ്ടി മുറികൾ ക്ലാസ് റൂം ആക്കി മാറ്റിയ ടോമോ സ്കൂൾ കണ്ട് ടോട്ടോയ്ക്ക് വലിയ അതിശയമായി. അതവളെ വല്ലാതെ ആകർഷിക്കുന്നു. അതിലുപരിയായി അവിടുത്തെ ഹെഡ് മാസ്റ്റർ കൊബായാഷി മാസ്റ്റർ. നീണ്ട 4 മണിക്കൂർ നേരത്തെ സംസാരത്തിനു ശേഷം ടോട്ടോയിൽ അദ്ദേഹം ഉളവാക്കിയ സ്വാധീനം ചെറുതൊന്നുമായിരുന്നില്ല. ഒരു കൊച്ചുകുട്ടിക്ക് ഈ നീണ്ട 4 മണിക്കൂർ നേരം എന്താണ് സംസാരിക്കാൻ ഉണ്ടാവുക എന്ന് ടോട്ടോയുടെ അമ്മയും ഹോം റൂം ടീച്ചറും ഒരുപോലെ അതിശയപ്പെടുന്ന സമയത്ത് നമ്മുടെ ടോട്ടോ ചാൻ തന്നോട് ഇതുവരെ ആരും ഇത്ര നീണ്ട സംസാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല. തന്റെ വാക്കുകൾക്ക് നീണ്ട 4 മണിക്കൂർ നേരം കാതോർത്തുകൊണ്ടിരുന്ന കൊബയാഷി മാസ്റ്ററെ പറ്റിയായിരുന്നു. അതിനു മുൻപോ അതിനുശേഷമോ ടോട്ടോയുടെ ഇത്ര നീണ്ട സംസാരങ്ങൾക്ക് മുതിർന്നവരാരും തന്നെ കേൾവിക്കാരായിരുന്നിട്ടില്ല. കൗതുകം നിറഞ്ഞ ഒരു കൊച്ചുകുട്ടിയുടെ നീണ്ട സംസാരം, അതിന് കേൾവിക്കാരനാകുന്ന കൊബായാഷി മാസ്റ്റർ. നമ്മൾക്കേവർക്കും വേണ്ടത് അത്തരത്തിലൊരു കഴിവാണ്, കേൾവിക്കാരനാവുക. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക്. അവർക്ക് സംശയങ്ങളാണ്, കൗതുകങ്ങളാണ്. അവർക്ക് കാണുന്നതെല്ലാം തന്നെ പുതിയ വിഷയങ്ങളായിരിക്കും, പുതു സംശയങ്ങളായിരിക്കും. അവയ്ക്ക് നമ്മൾ മാറ്റുകൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടവരാകുന്നത്. വളരെ ആകാംക്ഷാപൂർവമാണ് ടോട്ടോ തന്റെ പുതിയ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത്. ടോമോ സ്കൂളിൽ അവർക്ക് സ്ഥിരമായ ഇരിപ്പിടങ്ങളോ കൃത്യമായ വിഷയങ്ങളോ ഇല്ല. ആദ്യമായി ക്ലാസ്സിലെത്തിയ ടോട്ടോയോട് തനിക്കിഷ്ടമുള്ള വിഷയം പഠിച്ചോളൂ എന്ന് പറയുന്നത് ടോട്ടോയിൽ അത്ഭുതമുളവാക്കുന്നു. ഒരു കുട്ടി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് ഒരു ദിവസം ആദ്യം പഠിച്ചു തുടങ്ങുന്നത് എങ്കിൽ ആ ദിവസം അത്രമേൽ മനോഹരമായിരിക്കുമെന്നാണ് കൊബായാഷി മാസ്റ്റർ ഇതിനെപ്പറ്റി പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം സ്കൂളിലെ ഭക്ഷണ രീതിയാണ്.
കൊബായാഷി മാസ്റ്റർ ഏവരോടും പറയുക ഒരൊറ്റ കാര്യമാണ്: മലയിൽ നിന്നൊരു പങ്ക്, കടലിൽ നിന്നൊരു പങ്ക്. ഇതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്ന എന്തെന്നാൽ, മലയിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണങ്ങൾ, കടലിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണങ്ങൾ, മലയിൽ നിന്നും ലഭിക്കുന്ന കിഴങ്ങുകൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മാംസങ്ങൾ, കടലിൽ നിന്നും ലഭിക്കുന്ന മത്സ്യങ്ങൾ, മറ്റു ജീവികൾ, ഇവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കൊബായാഷി മാസ്റ്ററിന് നിർബന്ധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ സമീകൃത ആഹാരം ഉറപ്പുവരുത്തുകയായിരുന്നു അദ്ദേഹം. ഇല്ലാത്ത കുട്ടികൾക്ക് കൊബായാഷി മാസ്റ്ററും ഭാര്യയും തങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പങ്കു നൽകുന്നു. കൂടാതെ ഓരോ കുട്ടിക്കും ഓരോ മരം, തന്റെ മരത്തെ നോക്കുക, അതിനെ സംരക്ഷിക്കുക, എല്ലാ ഉത്തരവാദിത്വവും കുട്ടികൾക്ക് തന്നെ. ഇത്തരത്തിൽ പരിസ്ഥിതിയുമായുള്ള ഒരു ബന്ധമാണ് കൊബായാഷി മാസ്റ്റർ അവിടെ സൃഷ്ടിച്ചെടുക്കുന്നത്. കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക, അവരുടെ പരീക്ഷാപ്പേടി മാറ്റാൻ ഇടയ്ക്കിടെ ചെറിയ ചെറിയ പരീക്ഷകൾ സംഘടിപ്പിക്കുക. എന്തിനേറെ, കൃഷിയെപ്പറ്റി പഠിക്കാനായി സ്ഥലത്തെ പ്രധാന കർഷകനെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. തീർച്ചയായും കൃഷിയെപ്പറ്റി അത്രമേൽ നന്നായി വേറൊരാൾക്കും ആ പാഠം പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെന്നില്ല. കൂടാതെ കുട്ടികളുടെ ഭയം മാറ്റാനായി രാത്രി അവരെ ശവപ്പറമ്പിൽ കൊണ്ടുപോവുക, അപകടം പറ്റിക്കിടക്കുന്ന പട്ടാളക്കാർക്കരികിൽ കൊണ്ടുപോവുക. ഇതിലൂടെ അദ്ദേഹം രാജ്യസ്നേഹം വളർത്താൻ ശ്രമിക്കുകയാണ് കുട്ടികൾക്കിടയിൽ. സ്കൂളിൽ പുതിയ കുപ്പായങ്ങൾ ഇട്ടുകൊണ്ട് വരാൻ പാടില്ല എന്നുള്ളതും കൊബായാഷി മാസ്റ്ററിന് നിർബന്ധമായിരുന്നു. ഇതിലൂടെ കുട്ടികൾക്കിടയിൽ തുല്യത വരുത്തുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് തങ്ങളുടെ വസ്ത്രങ്ങളെ ഓർത്ത് വിഷമിക്കാതെ കളികളിൽ ഏർപ്പെടാനും സാധിക്കുമായിരുന്നു. ഇതിനു മുൻപേ കൊബായാഷി മാസ്റ്റർ പങ്കുവച്ച പാഠ്യഭാഗങ്ങൾ ലോകമെമ്പാടും ഭാഗികമായെങ്കിലും തങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അച്ചടിച്ച പുസ്തകങ്ങളിൽ നിന്നും കാണാപാഠം പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് വിദ്യാഭ്യാസമെന്ന് കൊബായാഷി മാസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നു. വ്യത്യസ്ത കഴിവുകളുള്ള കുറെ കുട്ടികളെ ഒരേ രീതിയിൽ ഒരു ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുക എന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ കഥ. പഠനം പ്രകൃതിയിൽ നിന്നും നേരിട്ട് പഠിക്കേണ്ടവയാണ്. പ്രകൃതി തന്നെയാണ് പാഠപുസ്തകം. വിദ്യ അഭ്യസിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാകരുത്. നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നവയെല്ലാം തന്നെ പഠനത്തിന്റെ ഭാഗമാണ്. ആ തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അനേകം ടോട്ടോച്ചാന്മാരുള്ള ഈ ലോകത്ത് നല്ലൊരു നാളേക്കായി അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കുന്ന അതിലേറെ കൊബായാഷി മാസ്റ്ററും അമ്മമാരും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓരോ കുട്ടിയുടെ വളർച്ചയിലും അവരുടെ ചുറ്റുപാട് വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ഇത്തരത്തിൽ പുസ്തകം ഏറെ പ്രശസ്തമായ സമയത്ത് തെത്സുഗു കുറിയോനഗയ്ക്ക് വളരെയേറെ എഴുത്തുകൾ വന്നിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരു കുട്ടിയുടെ എഴുത്തായിരുന്നു. ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും ഒരു കുട്ടി എഴുതിയ കത്ത്. ടോട്ടോച്ചാനെ പോലെ തനിക്കൊരു മാസ്റ്ററോ അമ്മയോ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തില്ല എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. പുസ്തകങ്ങൾ മനോഹരമാണ്. ചിലത് രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും, അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ഫ്രാൻസിസ് ബേക്കന്റെ ഈ വാക്കുകളോടെ നല്ലൊരു നാളേക്കായി, നല്ലൊരു തലമുറയ്ക്കായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.